മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തിന് സമീപത്തുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ ഇന്ത്യക്കാർക്കായി തെരച്ചിൽ തുടരുകയാണ്. കാണാതായ 5 പേരിൽ എറണാകുളം പിറവത്തെ ഇന്ദ്രജിത്തും ഉണ്ട്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇന്ദ്രജിത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. 24-നോടാണ് അവർ പ്രതികരിച്ചത്. 14-ാം തീയതിയാണ് വീട്ടിൽ നിന്ന് പോയത്. അതിനുശേഷം മിനിങ്ങാന്നാണ് സംഭവം നടക്കുന്നത്. രാവിലെ അവിടുത്തെ 3:30 ഉള്ള സമയത്താണ് സംഭവം നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് വിവരം ലഭിച്ചത്. പോയ കമ്പനി എരീസ് കമ്പനിയുടെ മെയിൻ ജീവനക്കാരും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. അവർ വഴിയാണ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞത്. വീട്ടിൽ ഇന്നലെയാണ് നമ്മൾ കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചത്. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം ഇവരെയും തെരച്ചിൽ ഇന്നലെ നമുക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് കമ്പനിയുടെയും മറ്റ് സ്റ്റാഫിൻ്റെയൊക്കെ വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. വെതർ ഭയങ്കര രൂക്ഷമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ തെരച്ചിൽ നടന്നിട്ടില്ല. ഇന്ന് തെരച്ചിൽ നടക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് സംബന്ധിച്ചുള്ളത്. പിറവത്തു നിന്നും നിതിൻ അംബുജൻ തത്സമയം ചേരുകയാണ്. നിതിൻ, വിശദാംശങ്ങൾ വല്ലാത്ത സങ്കടകരമായ സാഹചര്യമാണല്ലോ. ഗുഡ് മോർണിംഗ്. ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. കാരണം ആ വീട്ടിൽ പോയപ്പോൾ ഇന്ദ്രജിത്തിന്റെ അമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. കപ്പൽ ജീവനക്കാരുമായി പോയ ബോട്ട് മുങ്ങിയാണ് ഈ അപകടം സംഭവിച്ചത്. ബോട്ടും അതോടൊപ്പം തന്നെ കപ്പൽ തമ്മിൽ ഇടിച്ചു. അതിനുശേഷം ഈ ബോട്ടിലുണ്ടായ ആളുകൾ ജീവനക്കാരൊക്കെ തന്നെ കടലിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ദ്രജിത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച, അതായത് പ്രാദേശിക സമയം 3:00 പുലർച്ചെ 3:00 അപകടം സംഭവിച്ചത്. അതിനുശേഷം അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരച്ചിൽ ദുഷ്കരമാണ് എന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമ്മീഷന്റെ ഭാഗത്തും ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഈ കുടുംബത്തിന് വിവരം ലഭിച്ചത്. നിലവിലിപ്പോൾ ഇന്ദ്രജിത്തിന്റെ ബന്ധുക്കളൊക്കെ തന്നെ ഈ വീട്ടിലുണ്ട്. അതേസമയം തന്നെ ഈ അടിയന്തരമായി ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് ഇപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. കാരണം ഹൈക്കമ്മീഷനുമായി സംസാരിച്ചപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള കൂടുതൽ വിവരങ്ങൾ തന്നെ ഈ കുടുംബത്തിന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടലിൽ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. 9 മാസം മുമ്പാണ് ഈ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചതും ഏതാണ്ട് ഈ അപകടം സംഭവിക്കുന്ന 2 ദിവസം മുമ്പാണ്, ഒരാഴ്ച മുമ്പാണ് ഇന്ദ്രജിത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. ഇതിനു മുൻപായി തന്നെ ഗുജറാത്തിലെ ഇതേ കമ്പനിയിലെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിന്നും നാട്ടിലേക്ക് വന്നു. അതിനുശേഷം പിന്നീട് ഈ ആഫ്രിക്കയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഒരു ഇൻസ്പെക്ഷൻ ജോലിയിലായിരുന്നു ഇന്ദ്രജിത്തിന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നിലവിലിപ്പോൾ ഈ കുടുംബം വലിയ ആശങ്കയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഈ തെരച്ചിൽ നടത്തിയിട്ട് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ കടൽ പ്രക്ഷുബ്ധമാണെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അടിയന്തരമായി തന്നെ വേഗത്തിൽ ഈ തെരച്ചിൽ പൂർത്തിയാക്കി ഇന്ദ്രജിത്തിനെ തിരികെ എത്തിക്കണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബത്തിനുള്ളത്. കാരണം കുടുംബം നിരന്തരമായി ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ രക്ഷപ്പെട്ട സംഘത്തിലും ഒരു മലയാളിയുണ്ട്. കോന്നി സ്വദേശിയായ ആകാശാണ്. ആകാശിന്റെ പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട സംഘത്തിൽ മലയാളിയുണ്ട്. ആ മലയാളിക്കുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ തുടരുകയാണ്. കുടുംബം വലിയൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്നൊരു അന്തരീക്ഷമാണ്. അതോടൊപ്പം ഈ കുടുംബത്തിന്റെ അതായത് കേന്ദ്ര സർക്കാരിന്റെ വേഗത്തിൽ ഇടപെടൽ ഈ അടിയന്തരമായി തന്നെ വേണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ആശങ്കയിലൂടെയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.